ഒന്ന് EMS-നെ വിളിക്കടാ ആരേലും. വിളിച്ച് ഇപ്പൊ വരും. നിങ്ങളെ ടെൻഷൻ ആവല്ലേ നിങ്ങളിങ്ങനെ നീ കോലീഡറല്ലേ? അതെ അളിയ വേണ്ട, ഈ എപ്പോഴും ഇല്ലാത്തവരൊക്കെ എടുത്ത് കളയളിയ. അവിടെ എപ്പോഴില്ലാത്ത കുറെ പേരുണ്ടല്ലോ എല്ലാ ഗ്യാങ്ങിലും. ഇപ്പം നീ സ്ലോട്ട് കയറണല്ലേ? അതാണ് അതാണ് കളിയാക്കുന്നില്ല, മനസ്സിലായില്ലേ? അല്ലെ ഞാൻ നീ ഒരു ഒണ്ണിയുണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ സ്ലോട്ട് ഞാൻ നിനക്ക് മാറിത്തരാം. അല്ല നിന്റെ സ്ലോട്ട് ഉണ്ട്, നീ ഉള്ളപ്പോഴേ എനിക്ക് പറ്റുള്ളൂ, മനസ്സിലായോ? അല്ലല്ലേ നിന്നെ തോപ്പിക്കാം, അത് വലിയ പാടൊന്നുമില്ല. പറഞ്ഞത് വേണമെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ഒരു വെക്കാമെങ്കിൽ, അല്ലെങ്കിൽ മുച്ചിലോട്ട് വെക്കണോ? മുച്ചിരി വേണ്ട, അവൻ പെറ്റെടുക്കും അതിൻ്റെ അകത്ത്, അത് വേണ്ട വേണ്ട. അങ്ങനെയൊക്കെ നിനക്ക് അങ്ങനെയൊക്കെ നോക്കിയാലോ എന്നെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഞാൻ കേറിയിട്ടാളിയാ, എനിക്ക് റേഡിയോ എന്റെ ഫാമിലിയുടെ റേഡിയോ പോലും കയറാൻ പറ്റത്തില്ല അളിയാ. ഒരേ ഒരു ഐഡിയ ഉള്ളു, ഞാൻ നോക്കട്ടെ. ഒരുത്തരാണെങ്കിൽ എന്റെ ടിവിയിലൊക്കെ വഴി പോയളിയാ. മുച്ചിരി കൊണ്ടാടാ, മുച്ചിരി മുച്ചിരി ഇങ്ങോട്ട്. എടാ നിനക്ക് ഇപ്പൊ എത്ര പ്രായമുണ്ട്? ഇപ്പം ഗോകുവിനിപ്പം അത്യാവശ്യം ഒരു ഏജ് ആയി. അപ്പൊ അവന് നമ്മളെ ഗ്യാങ്ങില് കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ സ്ലോട്ടല്ലേ? നിന്റെ ഒരു പ്രായം വെച്ച് നിനക്ക് ഓപ്ഷൻസ് ഇനി ഉണ്ടല്ലോ. ജോലിക്ക് പോവാൻ തന്നെ, ജോലിക്ക് പോവാം, പഠിച്ച് വലിയവനാവാം, പൈസ എന്തൊക്കെ നിനക്ക് മാർക്ക് കൊടുക്കാൻ അല്ല മുച്ചിരി അവൻ ചോദിക്കുന്ന ഞാൻ ഇപ്പം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ കുറച്ച് ദിവസം നിനക്ക് നല്ല രീതിയില് സ്റ്റഡീസില് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഭാവിയിൽ വലിയ നമ്മളുടെ നാട്ടിൽ വലിയ വലിയ പാലങ്ങൾ വരണം. അപ്പൊ നല്ല നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടായാലേ വലിയ വലിയ പാലങ്ങളും അതിനനുസരിച്ചുള്ള വേണ്ടിട്ട് മാറി ഞാനൊരു പാലം പണിതു, ഞാൻ ഒരു എഞ്ചിനീയറായി. ഇതുപോലത്തെ ഒരു സിറ്റി ഇതുപോലത്തെ ഒരു സിറ്റി ഉണ്ടാക്കിട്ടെ നാളെ നീ അവിടെ ദൈവമാണോ ആരും ആലോചിച്ച് നോക്കിയേ. വാറിനിറങ്ങാൻ പറ്റൂല, മറ്റേ ഇതൊക്കെ ഇട്ടിറങ്ങാം. പഠിക്കേണ്ട കാലമുള്ളതാ. നമുക്ക് ഗെയിമും കളിക്കാൻ പഠിക്കുകയും ചെയ്യാം, പക്ഷെ വാട്ടണ കുടുംബം അതാണ്. അടാ എന്റെ കുടുംബം ഇതല്ലടാ, ടി വി അല്ലടാ. അതന്നെ ഞങ്ങൾക്കും കുടുംബം ഇതാണ്. കൊച്ചു പിള്ളേരല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാലും പറ്റേ, ഞാനും ഇപ്പൊ നമ്മൾ നിന്റെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യണം. ഞാൻ ബാറ്റ് നിന്നെ അടിക്കും 2v1. നീ ഒറ്റയ്ക്ക് നമ്മൾ രണ്ടുപേരും അടിച്ചു കഴിഞ്ഞാൽ നീ മാറണ്ട, അത് ഡീല്. പക്ഷെ നീ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ മാറ്റിയിട്ട് അവനെ സൊട്ടിക്കാൻ ഒരാഴ്ച. അന്നങ്ങനെ 2v1 അല്ല നമ്മള് അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. പെട്ടെന്ന് നീ എന്നെ അവിടെ കുറെ നേരം ഓപിച്ചിരുന്നു. അളിയാ ഇപ്പം ഗോകുനെ സിറ്റിയിൽ വന്നതിന് ശേഷം നമ്മുടെ സ്ലോട്ടിൽ കയറണം, 2 വാറ കളിക്കണം വലിയ ആഗ്രഹം. അവനാണെങ്കിൽ വലിയ കാര്യത്തില് ടി വി ഇതൊക്കെ അടിച്ചിട്ട് ആ വാക്കിനെ പോയി. എനിക്ക് റേഡിയോ പോലും കേറാൻ പറ്റുന്നില്ല ഇപ്പൊ. അളിയാ അപ്പൊ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുച്ചിരിയാണ് ഇപ്പൊ ഏറ്റവും ഇളയത് നമ്മുടെ ഗ്യാങ്ങില്. അപ്പൊ യവനെ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഗോകുന്. ഒന്നുമില്ല, ഞാൻ DC പോളിയാ. അപ്പൊ ഇല്ല, അത് പണ്ടേ കൊണ്ട് അത് തീർന്നു. അത് ഇപ്പൊ അതിന്റെ 2 വർഷം പറയിലോട്ട് ട്രാവൽ ഇതാണോ ടൈം ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും. നീ അട്ടപ്പാടി തിരിച്ചു എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അളിയാ, അടിച്ചാലോ അല്ലല്ലേ ഇവരെ നടുക്കിക്കുന്ന. അപ്പൊ ഗോകു ഇപ്പൊ ഗോകു ഇപ്പൊ നമ്മളിപ്പോ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഗോകുവും ഇവനെ അടിക്കും ഒറ്റയ്ക്ക്, മുച്ചിരി ഒറ്റയ്ക്ക് നമ്മൾ.
അല്ല അവൻ അത്രയും അവൻ തോറ്റാ ഞാൻ അവന്റെ കേപ്പബിലിറ്റി അവൻ തെളിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും അടിപൊളി നമ്മൾ രണ്ടുപേരും അടിച്ചിട്ട് കഴിഞ്ഞോണ്ടല്ല 1v2 അടിക്കണം നിങ്ങളാ. അവൻ 1v2 അടിക്കണം. അപ്പൊ 1v2 ഇപ്പൊ എടാ ഞാനൊരു കാര്യം പറഞ്ഞടാ മുച്ചിരി, ഇതിപ്പോ കറക്റ്റ് പറഞ്ഞാൽ 1v1 ആണ്. ചന്ദ്രനെ അടിച്ചിട്ടാ മതി. വാറ്റ് തമ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഞാൻ പിന്നെ എന്തിനു പറഞ്ഞു ഇഷ്ടപ്പെടുന്നില്ലേ എനിക്ക് ചന്ദ്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ എനിക്ക്. ചന്ദ്രബോസ് സാറല്ലേ ഇത് വീഡിയോയില്? അതെ എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് സാറേ മോനെ ഒരു സാർ എന്താ മോനെ പറഞ്ഞു അല്ല ഞാൻ വെനിങ്ങാന്ന് വന്നപ്പം സാറ് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അത് അവിടെ കുറച്ച് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇവിടെ അടുത്ത പേരാണ്. മോനെ ഇപ്പൊ എന്താ പ്രശ്നം എന്താ പറഞ്ഞോളൂ. പ്രശ്നമൊന്നുമില്ല, ഞാൻ പരിചയപ്പെടാൻ വന്നു. നൈസ് ടു മീറ്റ് യു. എന്റെ പേര് മണിയാശ്ശേരി. മണിയാശ്ശേരി എവിടെയാണ്? സൈറ്റ് എവിടെയാണ്? സൈറ്റ് ഒന്നും ആയില്ല, ഞങ്ങളെ വന്നിട്ട് ഒരു 2 ആഴ്ച ആയില്ല. എന്താ ചന്ദ്ര മറ്റേ പയ്യനെ പോലെ സാമ്യം തോന്നുന്നുണ്ടാ? ഞാൻ പാറശാല ഉള്ളവനാണ്, ലോക്കൽ മറ്റേ മസിലൊക്കെ കാണിച്ച് റീലൊക്കെ കാണിക്കുന്ന. കണ്ടില്ല ഞാൻ കണ്ടില്ല. ഞാൻ ആ യൂണിവേഴ്സിലെത്തിയില്ല, വരുന്നതേ ഉള്ളൂ, എന്നെ കൊണ്ടെത്തിക്കുന്നേ ഉള്ളൂ. എടാ ഇവർ രണ്ട് ചത്തിട്ട് കയറി പൊക്കം വന്നില്ലേ എംസ്? ഇല്ല സെക്കൻഡ് എടി ഹെൽപ്പിഡറാ നിയമസ് സാറേ എത്ര നേരം സാറേ അല്ല മെയിൻ സിറ്റിയിലൊന്നും ആയില്ല സാറേ. ഇല്ലല്ല സാനിയില് കേസ് കൂടിക്കൊണ്ടിരിക്കും. മറ്റേ തേൻ കച്ചവടം അവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും അവിടെ മരിച്ചു പോയിട്ടോ ഞാൻ ചതിക്ക് അത്ര തൂക്കം ഉണ്ടോ ജെട്ടി വെളിയെ പോയി. നിനക്കൊരു സുവർണ അവസരമാണിത്. അവൻ എടുത്തിട്ട് നൈസായിട്ട് അറിഞ്ഞു. മുച്ചിരി ഒരു സെക്കൻഡ് അളിയാ ഞാൻ ഒരു കാര്യം പെട്ടു. നമ്മളെ ബാങ്കില് 2KD ഉള്ളത് അവൻ മാത്രം. 2KD അതോ 2K 10,000 കിൽസ് TDത്തിൽ അവന് മാത്രമേ ഉള്ളു. എനിക്ക് എല്ലാം തപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 500 കിലോ 400-എത്തും. എനിക്ക് 500 കിലോ 600-എത്തും. അപ്പൊ നീ കളിക്കുന്നത് രണ്ടുപേർക്ക് പറ്റിയൊരു കളിയാ. എനിക്ക് ടർപ്പിലൊന്നും അല്ല അളിയാ. 25 പേര് തല്ലാൻ പോകുമ്പോ മനസ്സിലായില്ലേ? നീ ഒന്ന് ആലോചിച്ചു, ചന്ദ്ര വീണ് കഴിഞ്ഞാൽ നീ അവന് 1v1 അത്രേ ഉള്ളു. തോക്കുവാണെങ്കിൽ നിനക്ക് പമ്പിൽ സ്ഥിര ജോലിയേ മുച്ചിരി. അതായത് നീ ജയിക്കുവാണെങ്കിലേ പപ്പട വണ്ടിയെ കത്തിക്കല്ലേ. എനിക്ക് 1.5 KD ഉണ്ടല്ലോ. എനിക്ക് 1.5 KD അറിയോ? ഈ 2 KD ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ആടാ അപ്പൊ റെഡിയല്ലേ മുച്ച്? റെഡിയല്ലേ? ഫ്രീ ഏരിയ അല്ല. അതായത് നിക്ക് ഇവിടെ പറയട്ടെ. അതായത് ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പം ഈ പമ്പിന്റെ നിന്നെ ഇവിടെ നിർത്തും. നമ്മള് നേരെ ഓപ്പോസിറ്റ് അപ്പർ സൈഡ്. എടാ പമ്പല്ല ഈ ഫ്രണ്ടിലെ ബിൽഡിംഗ് കണ്ടാ? പിന്നെ വണ്ടി വെച്ചിട്ട് വിചാരിച്ച നീ മൈരേ? പിന്നെ എങ്ങനെ കളിക്കണേ? സോറി എടാ തണുപ്പായോണ്ട് ചുരുങ്ങിയതാ. മുച്ചിരി ബോസിന് 6000. അതായത് ഗണ്ണ് ചടിക്കാൻ പറ്റൂല എനക്ക്. അതായത് നീ ആ ബിൽഡിങ്ങിന്റെ ഒരു സൈഡ്, നമ്മളിപ്പറ സൈഡ്. ഓക്കെ ആണോ? റെഡി അല്ലേ? അപ്പൊ ഒരു ആർമർ
വാ പെട്ടെന്ന് ആർമർ ആ 10 മിനിറ്റ് ഉണ്ട് 10 മിനിറ്റ് അളിയാ എന്റെ മറ്റേ സാധനം കളിയാ ആ ഹെൽത്ത് പോഷൻ ഹെൽത്ത് പോഷൻ ഈ സിറ്റി എന്തിനാണ് ഈ സമയത്ത് ഇതെന്താ 10 മിനിറ്റ് കാര്യം തീർക്കാൻ പാ കവർ ഞാൻ പറഞ്ഞാ വെയിറ്റ് കണ്ണൊക്കെ അളിയാ എന്റെ മറ്റേ സാധനം കളിയാ ക്രോസ് എടാ ബുച്ചിരി ശരിക്കും സ്ലോട്ട് ചെയ്ത് മാറ്റേ തോറ്റേ അപ്പൊ വാ നിങ്ങളിവിടെ കണ്ടോണ്ടിരുന്നോ നീ ഇവിടെ നിന്നോ ആ നീ ഇവിടെ നിന്നോ എന്ത് ആ നമ്മളപ്പുറത്ത് കേട്ടാ ഓക്കെ ഉച്ചരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആവണേ കേട്ടാ ഞാൻ സ്റ്റാർട്ട് പറയും ഒരു ഷോട്ടേ റേഡിയിൽ ഞാൻ പറഞ്ഞോളാം നീ കട്ടക്ക് നിന്നോളാം എന്റെ കൂടെ വെക്കറേ നമുക്ക് ഈ റൈറ്റ് ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് ലെവനെ തൊലച്ചേ കളിയാ ഇങ്ങോട്ട് കൊല്ലടാ അവനെ ഞാൻ കറങ്ങാം വെയിറ്റ് ഒരു പ്രശ്നമല്ല ഞാൻ ഓക്കെയാണ് ഇത് സ്ലോട്ട് ഓക്കെ പന്നി അയ്യോ എന്റെ പൂണ്ടിരാജല്ലേ ഈ കിടക്കുന്നത് പൂണ്ടിയുടെ തെച്ചിലൊരു ഓട്ടയും കൊന്ന് പോയിന്റ്സ് എല്ലാവർക്കും പോയിന്റ്സ് കൊടു എന്റെ ഹെൽത്ത് പോയി ഇത്തിരി ഹെൽത്ത് വരെ ഉണ്ടാവല്ലോ ഫീലിങ്സ് സൂപ്പർ ഇതിനും നല്ലത് എന്റെ പൂച്ചയായിരുന്നല്ലോ കേട്ടാ മുച്ചിരി ഒരു ഹെൽത്ത് എന്നാ ഇങ്ങോട്ട് നോക്കെ രണ്ട് സ്ലോട്ട് പോയെന്നോ ഇവ എന്ന് ചാവാ നിക്കൂ അന്ന് റിഡംഷൻ ആർക്കുണ്ട് പിന്നെ റിഡംഷൻ ആർക്കുണ്ട് കേട്ടാ തിരിച്ചു വരും പറ്റും അന്ന് ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലേ എലി കട്ട് ചെയ്തെടുക്കും കേട്ടാ എലി പറഞ്ഞ ഈ സാധനം കട്ട് ചെയ്തെടുക്കും ഓർത്തോ എന്ത് പറ്റിയെന്ന് വെച്ചാ അളിയാ പറ്റുന്ന വഴിക്കേ പോവുള്ളൂ അളിയാ ഉള്ള കാര്യം പറയല്ലേ നീ ആ ടവലെ പുതച്ച് വല്ല ഊട്ടിയിലും പോലെ കറങ്ങാൻ പോകും അതേ പറ്റും എന്നെ കൊണ്ട് എന്തിനാണ് കൂട്ടത്തിലുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട് ഓരോന്ന് വരും സ്ലോട്ട് കിട്ടിയതാ കിട്ടി അവര് ഒച്ചിരിക്കേണ്ടി ഒച്ചിരിയുടെ സ്ലോട്ട് ഒന്നുകൂടി കൺഫേം വേണം താഴെ വീട് കിടന്നിട്ട് ചോദിക്കാൻ ഗോകുലണ്ടി എന്റെ സ്ലോട്ടെല്ലാം കൊടുക്കും അലീനെ പറയുന്നുണ്ടെന്നല്ലേ അറാംകുട്ടി ചെറുക്കായി പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെ കാണിക്കുന്ന നീ എന്തിനു കാണിക്കുന്നത് എലി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം പാവമൊക്കെ തന്നെ അപ്പം 1v2 മത്സരം വിളിച്ചത് എല്ലാവർക്കും എന്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ടോ ഓസ്കാർ വരണോടാ ഓസ്കാർ നിന്റെ മോന് കൊടുക്കാതെ അളിയാ നീ വാതറന്നിരിക്കാളിയാ വാടച്ച്
അളിയാ ഞാൻ എനിക്ക് നിന്റെ ആ മീശ കാണുമ്പോ അളിയാ ഞാൻ മറ്റേ വീഗാലാൻഡിൽ പോയിട്ട് മറ്റേ റൈഡിൽ കയറിയിട്ട് ഇങ്ങനെ താഴോട്ട് നിരങ്ങി ഇറങ്ങുന്ന സാധനല്ലേ അതുപോലെ തോന്നുന്നു നിന്റെ മീശ കാണുമ്പോ. പേര് തിരിച്ചില്ലായിരുന്നു ഞാൻ ചമ്മിപ്പോയി കേട്ടോ. എന്തൊരു 5 നിമിഷം എന്താ ഇറക്കുന്നു. ജൂലി സിറ്റിയിൽ വന്നിട്ട് ആരെങ്കിലും സെറ്റ് ആയോ? ആളാരാ? ആ പേരാണ് ചോദിച്ചത്. പേര് ക്രിസ്. ഇവനോ ഇവിടെ ഇടിയോട്ടുണ്ട് ഇവിടെ കറണ്ട് കേട്ടോ ഗൈസ്. പെണ്ണുങ്ങളൊക്കെ ആവുമ്പോ കണക്ഷൻ വരും. എലി എന്താ എലി ഇങ്ങനെ? വേണ്ട അളിയാ ഞാൻ കമ്മ്യൂണിക്കേഷൻ ഷാർപ്പ് ചെയ്തോളാം. അതുകൊണ്ടല്ലേ എലിയുടെ പ്രണയം ദിവ്യ പ്രണയമാണ്. മനസ്സിലായി? ഒരാള് പോകുമ്പോ ഉടനെ വേറെ ആളെ പ്രേമിക്കുന്നത് അതല്ലല്ലോ ശരി. എനിക്ക് മനസ്സിലായി. ഇല്ല എനിക്ക് ട്രൂ ലവില് ഞാൻ എപ്പോഴും കൂടെ നിക്കത്തേ ഉള്ളൂ. വീണ് ഇഴഞ്ഞ് തൂർ കിടന്ന് 4 മിനിറ്റ് റീസ്റ്റാർട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ അവന്റെ ഒരു മാസടി പോയല്ലേ. അല്ല എന്നാലും ഏത് ക്രിസ്താണ് ജൂലി? എന്നാലും എന്റെ പൂണ്ടിരാജ വാത്രത്ത് കിടക്കത്തെ കിടപ്പ്. ഗേൾഫ്രണ്ട് ഇല്ലേ? രായന്റെ ഗേൾഫ്രണ്ട് അറിയാവോ? ബിൻസ്. രായന് ഗേൾഫ്രണ്ട് ഉണ്ടോ? അതൊന്നും അറിഞ്ഞില്ല. രായനോട് ഗേൾഫ്രണ്ട് ആയ? പിന്നെ പഴയ ഗേൾഫ്രണ്ട് തിരിച്ചു വന്നല്ലോ രായന്റെ. പണ്ടത്തെ ബെല്ലാരിയിലെ പേരെന്തോ? ബിൻസ്. ബിൻസ് ബിയെ. അത് തന്നെ. അയ്യോ എടാ പെരിയമ്മക്ക് പെരിയമ്മ ഇപ്പഴും കമ്മിറ്റഡാ. പക്ഷെ പെരിയമ്മ മാത്രമേ അത് അറിയുന്നുള്ളൂ. എലി ഞാൻ പറഞ്ഞ കാഞ്ചനയിലെ മൊയ്തീന് അതുണ്ടല്ലേ പേര്? ഇരവഴിപ്പുഴിഞ്ഞിപ്പുഴ കടലിലുള്ള ഇടയ്ക്ക് വാസു എനിക്കുള്ളതാണ്. വാസു രണ്ടെണ്ണത്തിനെ നോക്കി. കടലാകുമ്പോ വേറെ പുഴകളെ വിളിക്കാമല്ലോ. സൗണ്ട് ഇല്ലേ അതിടാൻ. ഇതെന്താടാ ഇത്? ഇറങ്ങട്ടോ അളിയാ ഭയങ്കര ഷോ ഇത്. എത്ര നേരാണ് കോമഡിയാണ് ചിരിക്കണേന്ന്. ഈ സമയത്തൊക്കെ എന്തിനാ ഈ റിസൾട്ട് വെക്കണേ? അണ്ടർടേക്കർ മറ്റേ അടിയോട്ട് വിട്ട് ഇടയ്ക്ക് പെട്ടെന്ന് മേടിക്കുമല്ലോ. അതാണ് ഉദ്ദേശിച്ചത് പയ്യൻ. ഇതിനൊക്കെ കാണണം വൈകി എന്താണിയോ? അണ്ടർടേക്കറും ഗെയിനും ഉണ്ട്. ടർഫിനിപ്പോ ഞാൻ ഉണ്ട് ഇന്നത്തെ ടർഫിന്. എനിക്ക് മടുത്ത്. എനിക്ക് വയ്യ കിടന്ന് പുഴുക്കാൻ ചത്ത് നരകിച്ച്. അറ്റ്ലീസ്റ്റ് ഒന്ന്. ഹലോ മുച്ചിരി ചത്താടാ? അവൻ കൊന്നെ. അതെന്റെ ത്രീ ടാപ്പാണ് കേട്ടാ. ആരുടെ ഇത്? എടാ ഞാൻ ലൈവാണേ, കുഴപ്പമില്ല. പിന്നെ ഇത് ലാസ്റ്റ് ഇവനങ്ങ് ആരോ കൊല്ലും. അവനെ ഞാൻ ഡിങ് കൊടുക്കൂടാ, അത് കിട്ടൂല. മുച്ചിരി എത്ര കൊന്ന്? നമുക്ക് ആരെ കണ്ടിട്ട് പോലില്ല മര്യാദ. സത്യം പറഞ്ഞാൽ എനിക്കവിടെ സ്റ്റക്ക് ആയിടാ. ഒന്നും റീമാച്ച് വെക്കണം കേട്ടോ. നമുക്ക് 2v2 കളിക്കാം, അതല്ലേ അതിന്റെ ഒരു ഇത്. സൂപ്പർ ആയിരുന്നല്ലേ, കൊള്ളായിരുന്നു കേട്ടാ. എന്താ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലേ, ഒന്നുകൂടി നോക്കണം എനിക്ക്. ഞാൻ മറ്റേ എടുത്തപ്പോ എനിക്ക് ഗണ്ണ് വരുന്നില്ല അളിയാ.
ഇവരൊക്കെ ഭയങ്കര ഞാൻ നോക്കിയപ്പോ ടെലിപ്പോർട്ടിന്റെ മാറ്റി മറ്റേ ആൾക്കാരാ. ബോട്ടിനെ പോലെയാടാ മറ്റേ മറ്റേ കറങ്ങി മറ്റേ ഇതിന്റെ മതിലൊഴി മലിഞ്ഞു കയറി മേടി ഇത് വാടിച്ച കിട്ട്. എന്തിനാണ് മതിൽ കയറാൻ? നീ എന്റെ കൂടെ കളിക്കുന്നത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അവൻ നിന്നെ പ്ലക്കി അറിഞ്ഞപ്പോ നിനക്ക് അവനെ ജസ്റ്റ് നടിക്കായിരുന്നില്ല നിനക്ക്? ഇതെന്തൊരു ഇങ്ങനെ പറയലേ വിഷമാവുന്നല്ലേ ഇവിടെ. നീല ഇത് ഇച്ചിരി കണ്ട 3 ടാപ്പാന്ന്. സിറ്റുവേഷൻ അല്ലേ? സിഐഡി ഇപ്പൊ നോക്കിയോ നിന്റെ ഒരാളെ ഇപ്പൊ അടിച്ചു കൊല്ലും. ആര് ചത്ത്. ചത്ത? അത് ചത്ത് ചത്ത്. കണ്ണപ്പോട് കൊല്ലത് ഓളത്തിന് ഇല്ല ഓടിക്കളയും. ഇതെന്തിനാ പ്രീവാറായിരുന്നു? എന്തിനായിരുന്നു? ഇൻഷ്യൽ വളരെ പെട്ടെന്നായിരുന്നല്ല. ഒരു മിനിറ്റ് പോരെ. നിനക്ക് എത്ര കേടി ഇല്ല 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 വേറൊരെണ്ണം കാണിച്ചു നോക്കിയോ. നിങ്ങൾ എല്ലാരും കാണണം. ഇത് കാണണം. ഇത് കണ്ടിരിക്കണം. ബോബോയിന്റെ സ്കിൽസ് കാണിച്ചുതരാം. ബോബോയാ? ബോബോയാന്ന് എന്റെ വണ്ടി ഓടിക്കുന്നത് നോക്കിക്കോണേ. ലോഡാവുന്നില്ല. നോക്കിയോ സിഐഡിനെ ചേസ് ചെയ്ത് പോണേ നോക്കിക്കോണേ. ഹെൽമെറ്റ് ഒന്നും ഇല്ല വേണ്ട. ഇപ്പൊ നോക്കിക്കൊള്ളേ നോക്കിക്കൊള്ളേ. വെള്ളത്തിൽ കൊണ്ട് സേഫ് ലാൻഡ് ആക്കി വെച്ചതിന്നെ. എടാ പോടാ, ഞാൻ അടിയിൽ ബഗ്ഗായി മരിച്ചു. ഞാൻ പൊങ്ങുന്നുമില്ല. ഞാൻ മറ്റേ സ്പേസ് എനിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ വെള്ളത്തിന്റെ അടി കിടന്ന് മരിക്കും. വെള്ളം കുടിച്ച് മരിക്കും. അതിലിങ്ങനെ ചാവുന്നതാണെന്ന് അഡ്മിൻ പറയും കുഴപ്പമില്ല കേറിക്കോളാൻ പറയും. ബോബോയിനെ അവന്മാരെ അടിച്ചു കൊന്ന്. ഇതില്ലേ അവന് ഹെൽമെറ്റ് ഇല്ലായിരുന്നോ ബോബോയ്ക്ക്? ഹെൽമെറ്റ് ഇടാണ്ട് ഓടിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ? മുകളിൽ ബോബ് സ്റ്റാർ ഉണ്ടല്ലോ അവരിന്റെ. ബോബോട്ടാ മന്ത്രിസഭയുടെ സത്യം തിരിച്ചു വന്നെന്ന് പറഞ്ഞേ. തിരിച്ച് ഒരു ഒന്നൊന്നര വരവല്ലായിരുന്നാ? എന്താ എന്താ ഉദ്ദേശം? എന്താ എങ്ങനെയാ പൊളിക്കാനാണോ അതോ പൊളിച്ചിട്ട് പോവാനാണോ? കുറച്ചുകൾ കാണോ? ഇവിടെ കാണും ഇവിടെ കാണും എവിടെ കാണും? നീ ഇവിടെ കാണും. ബോബ് ഗോഗു എന്റെ പേരും എടുത്തിട്ട് എന്നെ മുമ്പിച്ചല്ലേ എന്ത് ലിസ്റ്റില് താല്പര്യമുള്ള പേരിന് വരുന്നത്? അല്ലല്ല ഒരു മര്യാദ വേണം. എന്ത് മര്യാദ? പേരിട്ടെന്ന് പറഞ്ഞ് കണ്ണാപ്പിയാണെന്ന് നിന്നു. അതുകൊണ്ട് ഇപ്പൊ കളിക്കാൻ താല്പര്യമില്ലാത്തവനെ പേരിലെങ്കിലും CSK ഉണ്ടായിരുന്നു. പണ്ടേക്ക് വേണ്ടി ഇറക്കി വിട്ടു നമ്മളൊക്കെ. അതാ ഇറക്കി വിട്ടാടാ. പുതിയ ആൾക്കാരെ കിട്ടിയപ്പോ ഇറക്കി വിട്ട്. CSB എന്നില്ലാട്ടാ. CSK നമ്മള് കാരണല്ലടാ വളർന്നത്. നീ എന്താ വളർത്തിയത്? പറഞ്ഞ നീ ഒന്ന്. നമ്മളത് വളർത്തിയെടുത്താണ് CSK. എന്ത് വളർത്തി? നീയൊക്കെ 2 ദിവസം കളിക്കാൻ വന്നിട്ട് 4 ചന്ദ്രന്റെ ഫാൻ ബേസ് ഒന്നും എല്ലാരും CSK. അതൊക്കെ നമ്മുടെ ഫാൻ ബേസ് ആരുടെ ബോബേ? ഇത് ആരടുത്ത് പറയാതൊക്കെ. ചന്ദ്രൻ എന്താണ് പരിപാടി? പരിപാടി ഒന്നുമില്ല. എന്ത് സിറ്റി ഇങ്ങനെ കത്തുമ്പോ ഉണ്ടല്ലോ. സിറ്റി അല്ല കത്തല്ല റീസ്റ്റാർട്ട് ആണ്. എന്താണ് റീസ്റ്റാർട്ട്? ഇതൊക്കെ ഡീഗ്രേഡിങ് ചുമ്മാ ഡീഗ്രേഡിങ്. ഇതൊക്കെ അധികൃതർ കേൾക്കണം. ഇതൊക്കെ അറിയണം. വേണ്ടപ്പെട്ട ആൾക്കാർ ഇതൊക്കെ അറിയണം. അപ്പോ ഇതൊക്കെ ആരെല്ലാം കണ്ടത് വെട്ടും കേട്ടോ ഇപ്പൊ തന്നെ. എടാ ഞാൻ പോയിട്ട് ഇത് കളിക്കണം. ഞങ്ങൾ ജയിച്ചിട്ട് വരാം. ബൈ ബൈ. എങ്കടാ നീ എന്തേലും എങ്കടാ തമ്പി പറഞ്ഞ ചന്ദ്രന് നമുക്കൊരു പരിചയക്കാരനുണ്ട്. 2 ആഴ്ച അപ്പോയിന്റ്മെന്റ് എടുക്കണം. 2 ആഴ്ച മുമ്പ് ഇവ അവിടുത്തെ ഇറക്കി വിട്ടു കേട്ടോ ചന്ദ്ര. എന്ത് കടന്ന് വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ ഇവ? എന്നെ പാവാടത് വലിയ പ്രശ്നമല്ലേ? വലിയ പ്രശ്നം. ഗുണോളി അത് ശരത്തേണ്ട ഭ്രാന്താണ്. ഗുണോ ചന്ദ്രന് ആ ഭ്രാന്ത് വേണ്ടേ? അമ്മ വിളിക്കുന്ന ഗുണമൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ടല്ലേ ചീട്ടുകളി ദിവസം? ഇതൊക്കെ ദിവസം ആ ചീട്ടുകളി ഇഷ്ടപ്പെട്ടല്ലേ? ലൈവ്
പറ എല്ലാരും കേക്കും. അതുകൊണ്ടൊന്നും പറയല്ലേ ദേവിയത്. എസ്പെഷ്യലി കാശിന്റെ കാര്യങ്ങളൊന്നും പറയല്ലേ. അപ്പൊ വലിയൊരു ഞാൻ പിന്നെ വിളിക്കാം, നാളെ വിളിക്കാം. കേട്ടോ. ആ സെക്കൻഡ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇത് തന്നെ സന്തോഷങ്ങളല്ലേ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഫ്രൈഡ് ചിക്കൻ കടിച്ച് ചുണ്ടുപൊള്ളിന്ന് കൊണ്ട് എന്നെ വിളിച്ചായിരുന്നു. സത്യമായിട്ടും ഇത് എടാ വെറുതെ ഇങ്ങനെ പോയിടല്ലേ. ഇത് എന്ത് പറയുന്നത്? എന്ത് സംഭവിക്കാമെന്നോ? ഓ ഇതിന് പാവച്ചൻ മല്ലിങ്ക പോലെ ഇരിക്കുന്നുണ്ട് വീട്ടില്. ഇതെന്താ പോള്? എപ്പോഴാ ലൈവ് വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ചന്ദ്രല്ലോ വരണ. ഞാൻ അങ്ങോട്ട് പോണേ. എടാ ഞാൻ മറ്റേ മുന്നോട്ട് പോണേ. നിങ്ങൾ തോറ്റ് കൊടുക്കില്ല നമ്മളൊരിക്കലും. കുഴപ്പമില്ല, അടുത്ത പിടിക്കാം. കൈ വരട്ടെ, കൈ വരട്ടെ, അടുത്ത കൈ വരട്ടെ, വരട്ടെ. ഇതൊക്കെ എന്തോ ഇതൊക്കെ. ആ ചെക്ക് പോയിന്റായി. കണ്ട ഐക്യു, ഇതൊക്കെയാണ് ഐക്യു മാൻ. What the? My. വലിയ പ്രശ്നമല്ല മോനെ. കംപ്ലീറ്റ് ആയി എത്ര ഇതുണ്ട്? പേഷ്യൻസ് ഈസ് എ കീ. ഈ ഗെയിം നമ്മളെ പഠിപ്പിക്കുന്നത് പേഷ്യൻസ് ആണ്. മനസ്സിലായോ? നമ്മൾ ജീവിതത്തിലെ ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കണമെന്നാണ്. നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യലെന്ന് കൂടി ഇത് പഠിപ്പിക്കുന്നു നമ്മളെ. ഓക്കെ, എന്താ
എങ്ങോട്ടാ പോകണ്ടേ ഇതില്? റിപ്പീറ്റ്. ഞാൻ ലെഫ്റ്റും പോയി റൈറ്റും പോയി രണ്ടും ചത്തിനി എങ്ങോട്ടാ? അതൊക്കെ എന്തോടാ? അതൊക്കെ അല്ല മരമൊക്കെ ഒന്ന് ചപ്പി വീഴുന്നത്. അതൊക്കെ എന്ത് പരിപാടിയാ അതൊക്കെ? ചത്തോടെ. ഗെയിമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്ന ഈ ഗെയിമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. പ്രിയോർ എപ്പോഴും അറിഞ്ഞൂടാ. എന്തൊരു എന്തൊരു അപരാധമാ ഇത്. പന്നെ പൊലയാടി ട്രാക്ക്. Let's go. Hey, bye. Easy. ഫ്രണ്ടിൽ പോയൊരു മരം വരും കേട്ടോ. ഇവിടെ പോയൊരു മരം വരും. സോ ഇങ്ങനെ പോണം.